ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കും. ഇതിനായുള്ള നീക്കങ്ങൾ സജീവമാക്കി തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി. ഇതിന്റെ മുന്നോടിയായാണ് ബംഗ്ലാദേശ് നോട്ടിൽ നിന്ന് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയത്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ 1972-ൽ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അതിൽ മതേതരത്വമുണ്ടായിരുന്നു. മുജീബുർ റഹ്മാനെ കൊലപ്പെടുത്തി ബംഗ്ലാദേശിൽ ഭരണം പിടിച്ച പട്ടാള മേധാവി സിയാഉൾ റഹ്മാൻ 1977-ൽ ഭരണഘടനയിൽ നിന്നും മതേതരത്വം ഒഴിവാക്കി. 1988 ആകുമ്പോഴേക്കും ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചു. ബംഗാബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീനയ്ക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള 2015-ൽ 15ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വീണ്ടും മതേതരത്വം ഭരണഘടനയിൽ എഴുതി ചേർത്തു. ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ മതേതരത്വം വേണ്ട എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസും ഇതിനോട് യോജിക്കുന്നു. ഭരണഘടനയിൽ നിന്നും മതേതരത്വം ഒഴിവാക്കണമെന്ന് അടുത്തിടെ അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചു. ബംഗ്ലാദേശിൽ പുതിയതായി അച്ചടിക്കുന്ന നോട്ടിൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രമില്ല. ഇസ്ലാമിക ഭീകര സംഘടനയായ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന തീവ്ര ഇസ്ലാമിക രാജ്യമാകാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ്. ആശങ്കയിലാണ് ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾ. ജനം, ഡൽഹി.